മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജയിൽ നോമിനേഷൻ ടാസ്ക്കാണ്. നമ്മുടെ അനുമോൾ നോമിനേറ്റ് ചെയ്തത് 2 പേരെയാണ്. അനുമോൾ ആദ്യമായി നോമിനേറ്റ് ചെയ്തത് ആദിലേനെയാണ്. കാരണം എന്ന് പറയുന്നത് ഇവിടെ ഗ്രൂപ്പ് കളിക്കുകയാണ്. ഒരു ഫോർ ദ പീപ്പിൾ ഗ്യാങ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം. അല്ലാതെ ഇവർ ഗ്രൂപ്പോടെ ഈ കപ്പും കൊണ്ട് പോകാനാന്ന് തോന്നുന്നു ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നീ ആ ജയിലിൽ പോയി തന്നെ കിടക്കണം, എന്നാലേ നീ നന്നാകൂ. നീ ജയിലിൽ കിടന്നാൽ നന്നാകുമോ എന്ന് എനിക്കറിയില്ല. ശരിക്കും പുറത്തുള്ള ജയിലിലാണ് നീ പോയി കിടക്കേണ്ടത്. രണ്ടാമതായി ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ശൈത്യനെയാണ്. ശൈത്യം ഇവിടെ ഒരു ഗ്യാങ്ങാണ് കളിക്കുന്നത്, ഒരു ഫോർ ദ പീപ്പിൾ. നിനക്ക് പുതിയ ഒരാളായി മാറാൻ പറ്റുന്നത് ആ ജയിലിൽ പോയി കിടന്നാൽ മാത്രമാണ്. നീ തിരിച്ചു വരണം. പൂർവാധിക ശക്തിയോടെ ആ ജയിലിൽ പോയാൽ മാത്രമാണ് നീ തിരിച്ചു വരിക. എല്ലാവരും ഒന്നടങ്കം കൈയടിച്ചു. അക്ബർ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും അനീഷിനെയുമാണ്. അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് അനുമോളെയും ആദിലേനുമാണ്. ഒനിൽ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും അനീഷിനെയുമാണ്. റെന ഫാത്തിമ നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും അനുമോളെയുമാണ്. നെവിൻ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും അനീഷിനെയുമാണ്. ബിന്നി നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും അനുമോളെയുമാണ്. ശരത്ത് നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും അനുമോളെയുമാണ്. അതേപോലെ തന്നെ രേണുസുതി നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും അക്ബറിനെയുമാണ്. നൂറ നോമിനേറ്റ് ചെയ്തത് അനുമോളെയും അക്ബറിനെയുമാണ്. ആദില നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും ജിസേലിനെയുമാണ്. ശൈത്യ നോമിനേറ്റ് ചെയ്തത് ശരത്തിനെയും ജിസേലിനെയുമാണ്. ആര്യം പറഞ്ഞത് അനുമോളെയും അനീഷിനെയുമാണ്. ഷാനവാസ് അനീഷിനെയും അനുമോളെയുമാണ്. ജിസേൽ പറഞ്ഞത് അനുമോളെയും അതേപോലെ തന്നെ നൂറേനെയുമാണ്. അനീഷ് പറഞ്ഞത് ആര്യനെയും ശരത്തിനെയുമാണ്.